ഒരൊറ്റ ഡിമാൻഡാ, പെണ്ണിന് ജോലി വേണം. ഞാനങ്ങനെ ഒരു ജോലിയിലൊന്നും ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി എനിക്കൊരു സ്കൂള് തുടങ്ങണം. ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. മുത്തൂറ്റ് ഫിൻകോർപ്പ്, ജീവിതത്തിന് മാറ്റം വേണ്ടപ്പോൾ. എക്സലന്റ് എബി, സൂപ്പർബ് ആയിട്ട്. താങ്ക് യു. നന്നായി. കീപ് ഇറ്റ് അപ്പ്. ഗുഡ് വർക്ക്. വെരി ഇംപ്രസീവ്. ഇതൊന്നുമല്ല, എബി സിനിമ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ആഡ് ഫീൽഡിൽ നിന്നൊന്ന് ഫ്രീ ആയിട്ട് വേണ്ടേ? ഡാർലിംഗ്, തകർത്ത് കളഞ്ഞല്ലോ. രാത്രി ഡിന്നറിന് പോയാലോ? പുതിയൊരു ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു സൂര്യോജ്വലരിക്കാർ വിളിച്ചിരുന്നു. അയ്യോ, പെട്ടെന്ന് പറ്റില്ല, എനിക്കൊരു ഗ്യാപ്പ് വേണം. എന്റെ കല്യാണം. വെരി നൈസ്. താങ്ക് യു. കല്യാണോ? എബി ഇങ്ങനെ ക്രോണിക് ബാച്ചലറായിട്ട് ജീവിതം അടിച്ചു പൊളിക്കാനായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ജീവിതത്തിന് മാറ്റം വേണ്ടപ്പോൾ എന്നാണല്ലോ നമ്മുടെ ടാഗ് ലൈൻ തന്നെ. യെസ് യെസ്. ഓ ഉവ്വ കലാകാരന്മാരല്ലേ, പേരിനൊരു ഭാര്യ അല്ലേ? വുഡ് ബി എന്ത് ചെയ്യുന്നു? ഓ ഹായ് സിസ്റ്റർ. പുത്തൻ വീട്ടിൽ മാത്യൂസിന്റെയും സൂസന്നാമ്മയുടെയും ഏക മകനാണ് എബി. നിനക്കിപ്പോ വയസ്സ് എത്രയായെന്ന വിചാരം? ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രപ്പോസൽസ് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ പണ്ട് പ്രേമിച്ച ഒരുത്തിയെ ഓർത്തിരുന്ന് ജീവിതം നശിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. കുറച്ചു നാളായി വീടൊരു മാട്രിമോണിയൽ ഓഫീസ് പോലെയാ എബിക്ക് തോന്നിയിരുന്നത്. പഴയ പ്രേമോർത്ത് ജീവിതം നശിപ്പിക്കല്ല, കെട്ടാൻ പറ്റിയൊരു പെണ്ണെ കിട്ടണ്ടേ. ആ സമയങ്ങളിൽ ബാർ ഒരു സ്വർഗീയ സമാധാന കേന്ദ്രം പോലെ എബിക്ക് തോന്നുമായിരുന്നു. ഡോക്ടർ സ്റ്റീഫന്റെയും മരിയ സ്റ്റീഫന്റെയും ഏക മകളാണ് ആൻ. ഇതൊരു യോയോ ചെക്കൻ. എന്റെ ലൈഫ് പാർട്ട്ണർ ആവാനുള്ള മെച്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഗുഡ് ലുക്കിംഗ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇനി നിനക്കിതൊന്നും പിടിച്ചില്ലെങ്കിൽ നിന്റെ കോൺസെപ്റ്റിലുള്ളൊരു പയ്യനെ നീ തന്നെ പറ. നന്നായിട്ടുണ്ട്. താങ്ക്സ്. എന്തിനാ മോളെ വരാൻ പറഞ്ഞേ? എന്റെ കോൺസെപ്റ്റിലുള്ള പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഇതാണ് ലാസ്റ്റ് ഷോട്ട്. ചെടി വെച്ചാൽ മതി, വണ്ടി മുമ്പിലേക്ക് പോകും. And now we have love.